ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് 3 സാരീസാണ്. അതിലത്തെ 2 മെഷീൻ എംബ്രോയ്ഡറി, 1 ഹാൻഡ് എംബ്രോയ്ഡറിയാണ്. പക്ഷേ ഫുൾ സാരിയും നല്ല തിക്കായിട്ടുള്ള ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന സാരീസാണ്. അപ്പോൾ ഇത് 3 സാരിയും വിത്ത് ബ്ലൗസ് പീസാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. പിന്നെ പറയാനുള്ളത്, നമ്മൾ ഡിസംബറിൽ ക്രിസ്മസ് വരികയാണ്. അപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറും എന്നും ആയിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ സാരി ആയിക്കോട്ടെ, ബെഡ്ഷീറ്റ്, കുഷൻ കവർ, ചുരിദാർ ഏതും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണ് വേണ്ടത്, ഏത് കളറാണ് വേണ്ടത്, ഏതെങ്കിലും പാറ്റേൺ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതാണെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്ത് തരുവാണെങ്കിൽ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യുന്നതായിരിക്കും. ടൈം കുറച്ച് സമയം വേണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഡിസംബർ ആവാൻ ഇനിയുണ്ട് 2 മാസം. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞത് അതുകൊണ്ടാണ്. കസ്റ്റമൈസേഷൻ ചെയ്യുമ്പോൾ ഒത്തിരി ഓർഡേഴ്സ് വരുമ്പോൾ നമുക്ക് ചെയ്ത് തീർക്കാൻ സമയം കിട്ടില്ല, അവസാന മിനിറ്റിൽ ഓർഡർ തരുവാണെങ്കിൽ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്തും ആയിക്കോട്ടെ, ഇപ്പം ആപ്ലിക്യൂ വർക്ക്, കട്ട് വർക്ക്, ഇപ്പം ഞാൻ ബെഡ്ഷീറ്റിലാണ് പറയുന്നത്. ആപ്ലിക്യൂ വർക്കോ കട്ട് വർക്കോ അല്ലെങ്കിൽ മെഷീൻ എംബ്രോയ്ഡറിയാണ്, ബെഡ്ഷീറ്റോ സാരിയോ ചുരിദാറോ ഏതായിക്കോട്ടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കുഞ്ഞു പിള്ളേരുടെ ഫ്രോക്സ് ആണെങ്കിൽ നേരത്തെ ഓർഡർ തരുവാണെങ്കിൽ നമുക്ക് നേരത്തെ അങ്ങ് ചെയ്ത് തീർക്കാൻ പറ്റും. അല്ലെങ്കിൽ അവസാനം ലാസ്റ്റ് മിനിറ്റിൽ ഡിസംബർ ആദ്യം വന്നിട്ട് നമുക്ക് ഓർഡർ വരുവാണെങ്കിൽ അത് നമുക്ക് ചെയ്തെടുക്കാൻ നമുക്ക് ടൈം പീരീഡ് കുറവായതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഡിസംബറിൽ ആവശ്യമുള്ള ക്രിസ്മസ് റിലേറ്റഡ്, ന്യൂ ഇയർ റിലേറ്റഡ് കസ്റ്റമൈസേഷൻ നമ്മൾ ഇപ്പോഴേ ഓർഡർ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സാരി കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ സാരി. ഇതൊരു ക്രീം ഷെയ്ഡ്, ലൈറ്റ് ക്രീമാണ്. ആ ഷെയ്ഡിനകത്ത് ആപ്ലിക്യൂ വർക്ക് ചെയ്തിരിക്കുന്ന കോട്ട സാരിയാണ്. ഇതുപോലെയാണ് അതിൻ്റെ ആപ്ലിക്യൂ വർക്ക് വരുന്നത്. ക്രീം കളർ തന്നെ ആപ്ലിക്യൂ വർക്കാണ്, സെൽഫ് എംബ്രോയിഡറിയാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് ആപ്ലിക്യൂ പാറ്റേൺസ് വരുന്നത്. ഇങ്ങനത്തെ ഫ്ലവേഴ്സ്, ഇതുപോലെ മെഷീൻ എംബ്രോയ്ഡറിയാണ് ഇത് വരുന്നത്. ഇതുപോലെ ഡിസൈനിങ് ആണ് ഇതിൻ്റെ മുന്താണിയിൽ ഫുള്ളും ചെയ്തിരിക്കുന്നത്. ഒരു 5 ഇഞ്ച് പ്ലസ് 5 അല്ല, ഒരു 7 ഇഞ്ച് 8 ഇഞ്ച് ഡിസൈനിങ് ഉണ്ട് മുന്താണിയിൽ. ഇതുപോലെയാണ് ഡിസൈനിങ് വരുന്നത്. മുന്താണിയുടെ സൈഡ് എഡ്ജസ് സ്കാലപ്പും ചെയ്തിട്ടുണ്ട്. ഫുൾ സാരിയുടെ 2 സൈഡും ഫുള്ളും സ്കാലപ്പ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ഒരു വളരെ ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ, ലൈറ്റ് പാസ്റ്റൽ ഷെയ്ഡ്സ് താല്പര്യമുള്ളവർക്ക് പറ്റിയ ഒരു പ്രായമായ ആൾക്കാർക്കും അതുപോലെ തന്നെ യങ് ഏജ് ആയ ആൾക്കാർക്കും ഉടുക്കാൻ പറ്റിയ സാരിയാണ് ഇത്. ഉടുത്തിട്ട് ആക്സസറീസ് അതുപോലെ കോൺട്രാസ്റ്റ് കളർ ആക്സസറീസ് അല്ലെങ്കിൽ സെയിം കളർ പോലുള്ള ആക്സസറീസ് ഇട്ടാൽ കുറച്ചും കൂടെ എടുപ്പുള്ള ഒരു സാരിയാണ്. ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ഫുൾ മുന്താണിയിൽ ഇതുവരെ ഇത്ര നല്ല രീതിയിൽ തന്നെ ആപ്ലിക്യൂ വർക്ക് പാറ്റേൺ ചെയ്തിരിക്കുന്നു. അതിൻ്റെ സെൽഫ് കളർ ആയതുകൊണ്ട് അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്, സെൽഫ് കളേഴ്സ് ആയതുകൊണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മുന്താണി പോർഷൻ ഇതുപോലെ ഡിസൈൻ കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ബോഡി പോർഷനിലും ഈ സാരി 5.5 മീറ്ററും ബോഡി പോർഷനിൽ ഇതുപോലെ ഓരോ മോട്ടീവ്സ് സ്കാറ്റർ ചെയ്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു മോട്ടീവ് സ്കാറ്റർ ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെയാണ് സ്കാറ്റർ ചെയ്ത് ഓരോ ബോഡി പോർഷൻ ഫുള്ളും ഇതുവരെ സ്കാറ്റർ ചെയ്ത് ഇങ്ങനെ പാറ്റേൺ ചെയ്തിരിക്കുകയാണ്. അപ്പം ഫുൾ ബോഡി പോർഷനിലും ഉണ്ട്, 2 സൈഡ് സ്കാലപ്പും ചെയ്തിട്ടുണ്ട്. ഇത് വിത്ത് ബ്ലൗസ് പീസാണ് വന്നിരിക്കുന്നത്. സെയിം ബ്ലൗസ് പീസ് തന്നെ. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിലും ഇതുപോലത്തെ ഒരു മോട്ടീവ് വെച്ചിട്ടുണ്ട്. സ്ലീവിൽ കൈയിൻ്റെ എഡ്ജിൽ ഇതുപോലത്തെ ഒരു മോട്ടീവ് അവിടെയും വെച്ചിട്ടുണ്ട് സ്ലീവിലും. അപ്പോൾ ഇതാണ് ആദ്യത്തെ സാരി. ഇത് കോട്ട സാരിയാണ്, മെഷീൻ ആപ്ലിക്യൂ വർക്കാണ് ചെയ്തിരിക്കുന്നത്. റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 2200 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തതൊരു പീച്ച് കളർ കോട്ട സാരി ആപ്ലിക്യൂ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതും ആദ്യം കണ്ട ആ സാരി പോലെ തന്നെയാണ്, സെയിം പാറ്റേൺ തന്നെയാണ്. കളർ ഡിഫറൻസ്, സാരിക്ക് കളർ ഡിഫറൻറ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതും ഫുൾ ബോർഡർ സ്കാലപ്പാണ്. ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ എഡ്ജസും സ്കാലപ്പ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പീച്ച് കളറാണ്, വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് വരുന്നില്ല കളർ. ഇതും ഇതിൻ്റെ ബോർഡറും മുന്താണി ഇതുപോലെ തന്നെ സ്കാലപ്പ് നല്ല രീതിയിൽ സ്കാലപ്പ് ചെയ്തിട്ട് പിന്നെ ഹോൾ ബോഡി പോർഷനിൽ അവിടെ എവിടെയും സ്കാറ്റർ ചെയ്ത് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇതും പീച്ച് കളർ തന്നെ ആപ്ലിക്യൂ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തും ബോഡി പോർഷനിലൊക്കെ ഇതുപോലെ സ്കാറ്റർ ചെയ്താണ് ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇതുപോലെ ഫുൾ ഹോൾ ബോഡി പോർഷനിൽ ഇതുപോലെ സ്കാറ്റർ ചെയ്ത് വരുന്നുണ്ട്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റും 2200 ആണ്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ വേറെ ഷെയ്ഡ്സ് ഉള്ളത് ലാവൻഡർ ഷെയ്ഡ്, ഗ്രീന് ഒക്കെ ഉണ്ട്.
താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്തേച്ചാൽ മതി. അടുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വർക്കാണ് ചിക്കൻ കറി വർക്ക്. അത് ഫുൾ ബോഡിയിലും ബോർഡറിലും നല്ലോണം ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ് നമ്മൾ കാണുന്നത്. ഇതൊരു ലൈറ്റ് മസ്റ്റാർഡ് യെല്ലോയുടെ വളരെ ലൈറ്റ് ഷെയ്ഡാണ്. അതിൻ്റെ അകത്ത് വൈറ്റ് കളർ ത്രെഡും കൊണ്ട് ചിക്കൻ കറി വർക്ക് ഇതുപോലെയാണ് മുന്താണിയിൽ ചെയ്തിരിക്കുന്നത്. ഇത് പ്യുവർ കോട്ടൺ സാരിയാണ്. അതിൻ്റെ അകത്ത് വൈറ്റ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചിക്കൻ കറി ചെയ്തിരിക്കുന്നത്. ചിക്കൻ കറിക്ക് എപ്പോഴും ഏത് കളർ സാരി മെറ്റീരിയൽ ആയാലും അതിൻ്റെ അകത്ത് വൈറ്റ് കളർ ത്രെഡ് ഇട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റേതായ ഒരു പ്രത്യേക ഭംഗി വരുന്നത്. മറ്റേ കളർ ചെയ്താൽ ഭംഗിയില്ല എന്നല്ല, വൈറ്റ് ഇടുമ്പോഴാണ് കുറച്ചുകൂടെ ഒരു എടുപ്പ് നമുക്ക് ഫീൽ ചെയ്യാൻ. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞ് ഫ്ലവർ പാറ്റേണും അതുപോലെ തന്നെ ലീവ്സും ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ ഫുൾ സാരിയിൽ മുന്താണിയിൽ ഇതുപോലെ വീതിയിൽ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുഞ്ഞു മോട്ടീവ്സാണ്, ഇതുപോലത്തെ മോട്ടീവ്സാണ് ബോർഡർ മുന്താണിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ മുന്താണി നല്ല ഹെവി ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു പോർഷൻ വരെ നമുക്ക് മുന്താണിയിൽ ഇതുപോലെ വർക്ക് ഉണ്ട്. മുന്താണി ഫുള്ളും ഇതുപോലെ വർക്കാണ്. പിന്നെ മേളിലോട്ട് ബോഡി പോർഷനിലോട്ട് പോകുമ്പം ഇത് മുന്താണി മാത്രമാണ് ഇത്രയും ഹെവി ആയിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ബോഡി പോർഷനിലോട്ട് പോകുമ്പം ഇതുപോലെ ഇങ്ങനത്തെ പാറ്റേൺ ഇല്ല, ബോർഡറിൽ ഇതുപോലത്തെ ഡിസൈനിങ് ആണ്. ഇതുപോലെ ഫുൾ ബോർഡറിൽ ഇതുപോലത്തെ ഡിസൈനിങ് പോകും. അതുപോലെ തന്നെ സ്കാറ്റർ ചെയ്ത് ഫുൾ ബോഡി പോർഷനിൽ ഇതുപോലെ ഇങ്ങനെ ബൂട്ടാസ് കുഞ്ഞു കുഞ്ഞു ഫ്ലവർ പാറ്റേൺസ് ഫുൾ ബോഡി പോർഷനിൽ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഫുൾ സാരിയിലും അങ്ങനെയാണ് വരുന്നത്. ബോഡി പോർഷൻ മുഴുവൻ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും രണ്ട് സൈഡത്തെ ബോർഡറിൽ ഇതുപോലത്തെ പാറ്റേണുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവിലും അത്യാവശ്യം നല്ലതായിട്ട് തന്നെ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. ബ്ലൗസിൻ്റെ സ്ലീവ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബ്ലൗസിൻ്റെ സ്ലീവ് വരുന്നത്. സ്ലീവിൽ ഫുള്ളും വർക്കായിട്ടാണ്. താഴത്ത് പടിയായിട്ട് ഇതുപോലെ ബോർഡറിൽ കൂടെ ഇതുപോലത്തെ ഡിസൈനിങ് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഫുള്ളും സ്ലീവിൻ്റെ മേളിലോട്ടുള്ള പോർഷനിൽ മുഴുവൻ ഇങ്ങനത്തെ ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്തും തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഇതിൻ്റെ റേറ്റ് 2849 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇന്നത്തെ 3 സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എന്തായാലും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ബൈ.